എല്ലാവർക്കും നമസ്കാരം. 2026 നമ്മൾ കടന്നിരിക്കുകയാണ്. സാധാരണഗതിയിൽ ഒരു പുതുവർഷം തുടങ്ങുന്നത് പുതിയ പ്രതീക്ഷകളോടും സന്തോഷത്തോടും കൂടിയാകണം. പക്ഷേ നിർഭാഗ്യവശാൽ കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന സർക്കാർ ജീവനക്കാരെയും പെൻഷൻകാരെയും സംബന്ധിച്ചിടത്തോളം ഈ വർഷം തുടങ്ങുന്നത് അത്ര നല്ലൊരു വാർത്ത കൊണ്ടല്ല. എല്ലാ മാസവും കൃത്യം 1-ാം തീയതി അക്കൗണ്ടിൽ എത്തേണ്ട ശമ്പളം ഈ ജനുവരി മാസം വൈകാൻ പോവുകയാണ്. 1-2 ദിവസമല്ല, നിലവിലെ റിപ്പോർട്ടുകൾ അനുസരിച്ച് 10 മുതൽ 12 ദിവസം വരെ ശമ്പളം വൈകിയേക്കാം. എന്താണ് ഇതിന് കാരണം? ട്രഷറിയിൽ പണമില്ലാത്തത് കൊണ്ടാണോ, അതോ സാമ്പത്തിക പ്രതിസന്ധി കൊണ്ടാണോ? നമുക്ക് വിശദമായി നോക്കാം. എന്തായാലും ഇതിന് പ്രധാനപ്പെട്ട കാരണം ഭരണപരമായ ഒരു വലിയ പിഴവ് തന്നെയാണ്. അവസാന നിമിഷം ഉണ്ടായ ഒരു ആശയക്കുഴപ്പം. മെഡിസെപ്പ് എന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പ്രീമിയം തുകയുമായി ബന്ധപ്പെട്ട് സർക്കാർ എടുത്ത ഒരു തീരുമാനം പിന്നീട് അത് തിരുത്തിയത്, ഇതൊക്കെ സാധാരണക്കാരായ ഗവൺമെന്റ് ജോലിക്കാരെ വളരെയധികം ബാധിച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? എന്തിനാണ് ബില്ലുകൾ ഇത്രയും ട്രഷറിക്കാർ മടക്കുന്നത്? 810 രൂപയാണോ 500 രൂപയാണോ യഥാർത്ഥ പ്രീമിയം? ഈ വിഷയത്തിൽ എല്ലാ വശങ്ങളും നമുക്ക് വിശദമായിട്ട് പരിശോധിക്കേണ്ടതുണ്ട്. ആദ്യം നമുക്ക് ഈ പ്രശ്നത്തിന്റെ സാങ്കേതിക വശം നോക്കാം. മെഡിസെപ്പ് പദ്ധതിയുടെ 2-ാം ഘട്ടം തുടങ്ങുന്നതിന്റെ ഭാഗമായി പ്രീമിയം വർദ്ധിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു. നമുക്കെല്ലാം അറിയുന്നത് പോലെ നിലവിലുണ്ടായിരുന്ന 500 രൂപയിൽ നിന്ന് 810 രൂപയായി പ്രീമിയം ഉയർത്തിയിരിക്കുകയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഡിസംബർ മാസത്തെ ശമ്പള ബില്ലുകൾ തയ്യാറാക്കാനായിട്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റുകൾക്കും നിർദ്ദേശം ലഭിച്ചിരുന്നു. അതനുസരിച്ച് സംസ്ഥാനത്തെ ആയിരക്കണക്കിന് ഓഫീസുകളിലെ DDOമാർ ശമ്പള ബില്ലുകൾ പ്രോസസ്സ് ചെയ്തു. അതായത് ഓരോ ജീവനക്കാരന്റെയും ശമ്പളത്തിൽ നിന്ന് 810 രൂപ കുറച്ചുകൊണ്ടുള്ള ബില്ലുകൾ തയ്യാറാക്കി. അത് സ്പാർക്ക് വഴി ട്രഷറിയിലേക്ക് സമർപ്പിച്ചു കഴിഞ്ഞിരുന്നു. 1-ാം തീയതി ശമ്പളം വിതരണം ചെയ്യണമെങ്കിൽ ചുരുങ്ങിയത് 3-4 ദിവസം മുൻപേ ഈ നടപടികൾ പൂർത്തിയാക്കണം. അങ്ങനെ എല്ലാം പൂർത്തിയാക്കി നിൽക്കുമ്പോഴാണ് തീർത്തും അപ്രതീക്ഷിതമായ അവസാന നിമിഷം സർക്കാരിൽ നിന്ന് പുതിയൊരു നിർദ്ദേശം വരുന്നത്. എന്തായിരുന്നു ആ നിർദ്ദേശം? പുതിയ നിരക്കായ 810 രൂപ ഇപ്പോൾ പിടിക്കേണ്ടതില്ല, പകരം പഴയ നിരക്കായ 500 രൂപ തന്നെ ഡിസംബറിലെ ശമ്പളത്തിൽ നിന്നും ഈടാക്കിയാൽ മതി എന്ന്. ചിന്തിച്ചു നോക്കൂ, ലക്ഷക്കണക്കിന് ബില്ലുകൾ 810 രൂപ വെച്ച് സെറ്റ് ചെയ്ത് ട്രഷറിയിൽ എത്തിക്കഴിഞ്ഞിരുന്നു. അപ്പോഴാണ് അത് മാറ്റാൻ പറയുന്നത്. സ്വാഭാവികമായും എന്ത് സംഭവിക്കും? ട്രഷറി സോഫ്റ്റ്വെയർ ഈ ബില്ലുകൾ സ്വീകരിക്കില്ല. കാരണം പുതിയ ഉത്തരവ് പ്രകാരം 500 രൂപയെ പിടിക്കാൻ പാടുള്ളൂ. അങ്ങനെ സമർപ്പിച്ച ബില്ലുകളെല്ലാം ട്രഷറിയിൽ നിന്ന് ഒബ്ജക്ഷൻ അടിച്ച് തിരിച്ചയച്ചു. ഇതാണ് പ്രതിസന്ധിയുടെ തുടക്കം. ഇതൊരു ചെറിയ ക്ലറിക്കൽ പിഴവായി നിങ്ങൾക്ക് തോന്നാം, പക്ഷേ ഇതിന്റെ പിന്നിലുള്ള സാങ്കേതിക അധ്വാനം വളരെ വലുത് തന്നെയാണ്. ഇതെങ്ങനെയാണ് 12 ദിവസം വൈകുന്നതിലേക്ക് എത്തുന്നതെന്ന് ഞാൻ വിശദമാക്കാം. കേരള സർക്കാർ ജീവനക്കാരുടെ ശമ്പളം കൈകാര്യം ചെയ്യുന്നത് സ്പാർക്ക് എന്ന സോഫ്റ്റ്വെയർ വഴിയാണ്. നിങ്ങൾക്കറിയാം, മാസാവസാനങ്ങളിൽ സ്പാർക്ക് സോഫ്റ്റ്വെയർ എത്രത്തോളം സ്ലോ ആവാറുണ്ട് എന്ന്. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഇരട്ടി പണിയാണ്. ആദ്യം തിരിച്ചയച്ച ബില്ലുകൾ ഓരോ ഓഫീസിലെയും ഉദ്യോഗസ്ഥർ സ്പാർക്കിൽ ലോഗിൻ ചെയ്ത് ക്യാൻസൽ ചെയ്യണം. എന്നിട്ട് ഓരോ ജീവനക്കാരുടെയും ഡിഡക്ഷൻ കോളത്തിൽ നോക്കിയിട്ട് അത് 810 എന്നുള്ളത് 500 തന്നെ ആക്കണം. അതിനുശേഷം പുതിയ ബില്ല് ജനറേറ്റ് ചെയ്യണം. ഇത് വീണ്ടും ട്രഷറിയിലേക്ക് സമർപ്പിക്കണം. ഇത്രയും കാര്യങ്ങൾ ഒരേ സമയം സംസ്ഥാനത്തെ മുഴുവൻ ഓഫീസുകളും ചെയ്യാൻ ശ്രമിക്കുമ്പോൾ സെർവർ എന്തായിരിക്കും സംഭവിക്കുക? സ്വാഭാവികമായിട്ടും ഹാങ് ആവും, അല്ലെങ്കിൽ ക്രാഷ് ആവും. നിലവിൽ തന്നെ ബില്ല് തയ്യാറാക്കുന്നതിനുള്ള സോഫ്റ്റ്വെയർ വളരെ സാവധാനത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഇത് മിക്കവർക്കും അറിയുന്നുണ്ടാവും. ട്രഷറിയിലെ അവസ്ഥയും വ്യത്യസ്തമല്ല. മാസാവസാനം ആയതുകൊണ്ട് തന്നെ പെൻഷൻ ബില്ലുകൾ, കോൺട്രാക്ടർമാരുടെ ബില്ലുകൾ എന്നിവയുടെ തിരക്ക് വേറെയുമുണ്ട്. അതിനിടയിലേക്കാണ് ഈ ശമ്പള ബില്ലുകൾ വീണ്ടും പരിശോധനയ്ക്ക് എത്തുന്നത്. ഇതുകൊണ്ടാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഈ ഒരു പ്രോസസ്സ് എല്ലാം കഴിഞ്ഞ് പണം അക്കൗണ്ടിലെത്താൻ ചുരുങ്ങിയത് 10 മുതൽ 12 ദിവസം വരെ എടുക്കുമെന്ന്. ജനുവരി 1-ന് കിട്ടേണ്ട ശമ്പളം ജനുവരി 12-നോ 13-നോ കിട്ടിയാലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ചെറുതല്ല.
ഇനി നമുക്ക് ഈ പ്രശ്നത്തിന് കാരണമായ മെഡിസെപ്പിനെ കുറിച്ച് സംസാരിക്കാം. എന്തുകൊണ്ടാണ് പ്രീമിയം 500 നിന്ന് 810 അതായത് ഏകദേശം 60% വർദ്ധിപ്പിച്ചത്? മെഡിസെപ്പ് 2.0 അല്ലെങ്കിൽ രണ്ടാമത്തെ ഘട്ടം വരികയാണ്. സർക്കാർ പറയുന്നത് OP ചികിത്സയ്ക്കടക്കം കവറേജ് ലഭിക്കുമെന്നാണ്. എന്നാൽ കഴിഞ്ഞ 3 വർഷത്തെ മെഡിസെപ്പിന്റെ ചരിത്രം എന്താണ്? ക്യാഷ്ലെസ് ചികിത്സ എന്ന വാഗ്ദാനവുമായാണ് ഇത് വന്നത്. പക്ഷേ എത്ര പേർക്ക് അത് പൂർണ്ണമായി ലഭിച്ചു? പല പ്രമുഖ സ്വകാര്യ ആശുപത്രികളും മെഡിസെപ്പ് ആയിട്ട് ഒരിക്കലും സഹകരിക്കില്ല എന്നുള്ള രീതിയിലാണ് പോകുന്നത്. സഹകരിക്കുന്ന ആശുപത്രികളിൽ ചെന്നാലോ മെഡിസെപ്പ് ബെഡ് ഒഴിവില്ല എന്നുള്ള മറുപടിയാണ്. അല്ലെങ്കിൽ പാക്കേജ് തുക കുറവായതുകൊണ്ട് ബാക്കി തുക രോഗി കയ്യിൽ നിന്ന് കെട്ടേണ്ടി വരുന്ന അവസ്ഥ. ഇപ്പോൾ നമ്മൾ കണക്ക് കൂട്ടി നോക്കൂ. മാസത്തിൽ 810 രൂപ എന്ന് പറയുമ്പോൾ ഒരു വർഷം ഒരു ജീവനക്കാരൻ അടയ്ക്കുന്നത് 9720 രൂപയാണ്. ഏകദേശം 10,000-അടുത്ത് തന്നെ കാര്യങ്ങൾ എത്തുന്നുണ്ട്. ഇത്രയും തുക പ്രീമിയം വാങ്ങിയിട്ടും അസുഖം വരുമ്പോൾ കയ്യിൽ നിന്ന് പണം മുടക്കേണ്ട ഗതികേടാണ് പലർക്കും. സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികൾ ഇതിലും കുറഞ്ഞ തുകയ്ക്ക് ഇതിന് നല്ല സേവനം നൽകുമ്പോൾ നിർബന്ധിതമായി അടിച്ചേൽപ്പിക്കുന്ന ഈ പദ്ധതി ഇപ്പോൾ ശമ്പളം കൂടെ മുടക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. മെഡിസെപ്പ് 2.0-ൽ OP കവറേജ് ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും അതിന്റെ മാനദണ്ഡം ഇപ്പോഴും വ്യക്തമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ആ വ്യക്തത വരുത്തുന്നതിന് മുൻപേ എന്തിനായിരുന്നു ഈ പ്രീമിയം വർധനവ് നടപ്പിലാക്കാൻ തിടുക്കം കാണിച്ചത്? ആ തിടുക്കമാണ് ഇപ്പോൾ വിനയായത്. ഇതിന്റെ ആഘാതം ആർക്കാണ്? വലിയ ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥർക്ക് ഒരു പക്ഷേ യാതൊരു പ്രശ്നവും ഉണ്ടായെന്ന് വരില്ല. പക്ഷേ ക്ലാസ് 4 ജീവനക്കാർ, ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാർ, ചെറിയ പെൻഷൻ വാങ്ങുന്നവർ, ഇവരുടെ കാര്യമൊക്കെ കഷ്ടമാണ്. കേരളത്തിൽ ശമ്പള വിതരണത്തിന് ഒരു ഓർഡർ ഉണ്ട്. 1-ാം തീയതി ശമ്പളം കിട്ടുന്നത് പോലീസിനും ഫയർഫോഴ്സിനും കോടതി ജീവനക്കാർക്കുമാണ്. 2-ാം തീയതി അധ്യാപകർക്കും ആരോഗ്യ പ്രവർത്തകർക്കും. ഈ തീയതി കണക്കാക്കിയാണ് എല്ലാവരും ലോൺ തിരിച്ചടവുകൾ സെറ്റ് ചെയ്യുന്നത്, അഥവാ EMI-കളൊക്കെ തിരിച്ചറിയുന്നത് അല്ലെങ്കിൽ കൃത്യമായിട്ട് വെക്കുന്നത്. ഒപ്പം തന്നെ ചിട്ടിയും മറ്റുമൊക്കെ ഉണ്ടായിരിക്കും. 1-ാം തീയതി ശമ്പളം വന്നില്ലെങ്കിൽ 5-ാം തീയതിക്കുള്ളിൽ അക്കൗണ്ടിൽ നിന്ന് പണം ഓട്ടോ ഡെബിറ്റ് ആകില്ല. ചെക്ക് ബൗൺസ് ആവാൻ സാധ്യതയുണ്ട്. അത് സിബിൽ സ്കോറിനെ ബാധിക്കുന്ന കാര്യമാണ്. ബാങ്കുകാർക്ക് മെഡിസെപ്പ് ഉത്തരവ് മാറിപ്പോയി എന്നുള്ള രീതിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പലിശ കൊടുക്കുന്നതൊക്കെ കുറയ്ക്കാൻ സാധ്യതയുണ്ടോ? അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രോബ്ലംസ് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? ചുരുക്കി പറഞ്ഞാൽ പുതുവത്സരത്തിൽ സർക്കാർ ജീവനക്കാർക്ക് ലഭിച്ചത് ഇരുട്ടടിയാണ്. സോഫ്റ്റ്വെയർ തകരാറുകൾ പരിഹരിച്ച് യുദ്ധകാലാടിസ്ഥാനത്തിൽ ശമ്പള വിതരണം പൂർത്തിയാക്കാൻ സർക്കാർ തയ്യാറാകുക തന്നെ വേണം. ഇല്ലെങ്കിൽ ജനുവരി പകുതി വരെ അടുപ്പ് പുകയാത്ത അവസ്ഥ പല വീടുകളിലും ഉണ്ടാവും. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? മെഡിസെപ്പ് പ്രീമിയം 810 രൂപയാക്കിയതിനെ കുറിച്ചും ശമ്പളം വൈകുന്നതിനെ കുറിച്ചും നിങ്ങൾക്ക് പറയാനുള്ളത് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. കൂടുതൽ വിശകലനങ്ങൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.